മകരവിളക്കിന് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുവാനുള്ള തിരുവാഭരണങ്ങളും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് പന്തളത്ത് നിന്നും പുറപ്പെടും. ഉച്ചയ്ക്ക് 1-ന് പുറപ്പെടുന്ന ഘോഷയാത്ര രാത്രി അയിരൂർ പുതിയകാവ് ദേവി ക്ഷേത്രത്തിൽ വിശ്രമിക്കും. CK അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങുകയാണ്. മകരവിളക്ക് കാണാൻ വേണ്ടിയിട്ട് ഭക്തിയോടുകൂടി ഓരോ ഭക്തരും ഇങ്ങനെ നിലയുറപ്പിക്കുകയാണ്. വലിയ തിരക്കൊക്കെ ഉണ്ടാകുകയും ചെയ്യും ഇനി സന്നിധാനത്തൊക്കെ. അങ്ങനെ ഓരോ പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ മുന്നിലേക്ക് പോവുകയാണ്. എപ്പോഴായിരിക്കും ഘോഷയാത്ര ആരംഭിക്കുക? എങ്ങനെയുണ്ട് ഒരുക്കങ്ങൾ? പൂജ, ഗുഡ് മോർണിംഗ്. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്ര പരിസരമാണ് കാണാൻ സാധിക്കുന്നത്. തിരുവാഭരണങ്ങളടങ്ങിയ പേടകങ്ങൾ 3 ക്ഷേത്ര ശ്രീകോവിലിന് മുൻപിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. അവിടെ എത്തുന്ന ആളുകൾക്ക്, ഭക്തർക്ക് അത് ദർശിച്ച് ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച് കാണിക്ക അർപ്പിച്ച് മടങ്ങാനുള്ള ക്രമീകരണങ്ങളുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ അയ്യപ്പ ഭക്തർ, ശബരിമല തീർത്ഥാടനത്തിന് വരുന്ന ആളുകൾ അടക്കം ഇവിടെ വന്ന് തിരുവാഭരണം ദർശിച്ച് കുറച്ച് ആളുകൾ അതിനോടൊപ്പം നടന്നു പോകുന്നു. മറ്റ് കുറേ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ കൂടി എത്തിച്ചേരുന്നു. പ്രദേശവാസികളായിട്ടുള്ള ആളുകളെ നമുക്ക് 11 മണിക്ക് ശേഷം മാത്രമേ പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. കാരണം അവർ ആദ്യഘട്ടത്തിലെ ഇതിൻ്റെ യാത്രയെ അനുഗമിക്കുന്ന ആളുകൾ കൂടിയാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് ഇവിടെ നിന്നും ആചാരപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കിയായിരിക്കും ഘോഷയാത്ര ആരംഭിക്കുക. ശബരിമല ധർമ്മശാസ്താവായിട്ടുള്ള, അതായത് ഭഗവാനായിട്ടുള്ള മകന് അച്ഛൻ പന്തള രാജാവ് പണി കഴിപ്പിച്ച് നൽകുന്നതാണ് തിരുവാഭരണങ്ങൾ. 3 പേടകങ്ങളാണ് ഉൾപ്പെടുന്നത്. അതിൽ തിരുമുഖം അടക്കം ഉള്ള ആഭരണങ്ങളാണ് ഒന്നാമത്തെ പേടകത്തിലുള്ളത്. രണ്ടാമത്തെ പേടകത്തിൽ പൂജാപാത്രങ്ങളും വെള്ളി കൊണ്ട് നിർമ്മിച്ച ഉരുളിയും അതുമായി ബന്ധപ്പെട്ട പാത്രങ്ങളുമാണുള്ളത്. മൂന്നാമത്തെ ഇതിൽ വരുമ്പോൾ ശബരിമല ക്ഷേത്രത്തിലെ പൂജയ്ക്ക് ആവശ്യമായ കാര്യങ്ങളും കൊടിയും അടക്കമുള്ളവയാണ്. ഇത് 3 26 അംഗ സംഘമാണ് ഈ പേടകങ്ങൾ വഹിച്ചുകൊണ്ട് യാത്ര പുറപ്പെടുന്നത്. ഒരുക്കങ്ങൾ എത്രത്തോളമായിട്ടുണ്ട്? നമസ്കാരം. ഈ പന്തളത്തിൻ്റെ മണൽത്തരികൾ പോലും ശരണം വിളിക്കുന്ന ഒരു സുദിനമാണിന്ന്. ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്രയുടെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ വെളുപ്പിനെ ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണ പേടകങ്ങൾ തിരുവാഭരണ ഗുരുസ്വാമി ശിവൻകുട്ടി സ്വാമിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ വലിയ തമ്പുരാൻ്റെയും ഇളയ തമ്പുരാൻ്റെയും ഒക്കെ അനുഗ്രഹം വാങ്ങി, രാജപ്രതിനിധിയുടെ അനുഗ്രഹം വാങ്ങി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ദർശനത്തിനായിട്ട് തുറന്നു വെച്ചിട്ടുണ്ട്. 11 മണിയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുന്നത്. 11 മണിക്ക് മണികണ്ഠൻ ആൽത്തറയിൽ നിന്ന് പേടകവാഹക സംഘാംഗങ്ങളെ സ്വീകരിക്കും. അതിനുശേഷം രാജപ്രതിനിധിയെയും വലിയ തമ്പുരാനെയും ശ്രാമ്പിക്കൽ കൊട്ടാര മുറ്റത്ത് നിന്ന് സ്വീകരിക്കും. പല്ലക്ക് വാഹകരെ, മേനാവിൻ്റെ വാഹകരെ തൊട്ടടുത്ത കൊട്ടാരവാതിക്കൽ നിന്നും സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഉച്ചയ്ക്ക് 1 മണിക്കായിരിക്കും തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുക.